അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. അൽഹംദുലില്ലാ നമ്മുടെ കോഴ്സിന്റെ കീഴിൽ നടക്കുന്ന 6 മാസം ഓൺലൈൻ കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. 30 പേര് ഇപ്പം ഫസ്റ്റ് ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പം ആഴ്ചയിൽ 5 ദിവസമാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ 5 ദിവസങ്ങളിൽ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം ഫിഖഹിന്റെ ക്ലാസ് ഉണ്ടാവും. ഹനഫി, ഷാഫി, ഫിഖ് 2 പ്രത്യേക ക്ലാസ്സുകൾ നടക്കും. അതുപോലെ ചൊവ്വാഴ്ച തജ്വീദിന്റെ ക്ലാസ് ഉണ്ടാവും. നമുക്കറിയാം, തജ്വീദ് നിയമം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഖിറാഅത്ത് ഉസ്താദ് കേട്ടുകൊണ്ട് കേട്ട് നിങ്ങളുടെ ഓതലിൽ നിങ്ങളുടെ പാരായണത്തിലുള്ള തെറ്റുകൾ തിരുത്തി തരും. അങ്ങനെ തജ്വീദിന്റെ ക്ലാസ് ചൊവ്വാഴ്ച നടക്കും. എല്ലാ ബുധനാഴ്ചയും അഖീദയുടെ ക്ലാസ് നടക്കും. ഒരു മുസ്ലിം അടിസ്ഥാനപരമായി വിശ്വസിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ എല്ലാ രീതിയിലും ഒരു ചുരുങ്ങിയ രൂപത്തിൽ അഖീദ ക്ലാസ് എല്ലാ ബുധനാഴ്ച നടക്കും. അതുപോലെ എല്ലാ വ്യാഴാഴ്ചയും സീറത്തിന്റെ ക്ലാസ് ഉണ്ടാവും. അതോടെ ഖുർആൻ ക്ലാസ് നടക്കും ഒരു ദിവസം. അങ്ങനെ ആഴ്ചയിൽ 5 തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ക്ലാസ്സുകൾ ഉണ്ടാവും. ശനിയും ഞായറും പൊതുവെ അവധിയാണ്. എങ്കിൽ തന്നെയും നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ശനിയാഴ്ച നസീഹത്തിന്റെ ക്ലാസ് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അമൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈമാൻ ശക്തമാകുന്ന രീതിയിലുള്ള ചില ഈമാനിക സംസാരങ്ങൾ കേട്ടാൽ മാത്രമേ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ. ഈമാനിക വർധന ഉണ്ടായാൽ മാത്രമേ നമ്മുടെ അമലുകൾ ശക്തി പ്രാപിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ശനിയാഴ്ച ഒരു നസീഹത്ത് ഉണ്ടാവും. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചയും നമ്മുടെ ക്ലാസ് തുടങ്ങി. പിന്നെ ഫസ്റ്റ് നസീഹത്തിന്റെ ക്ലാസ് ആണ്. അപ്പൊ കോഴ്സരിയുടെ ധാരാളം ഹിദ്മാത്തുകൾപ്പെട്ട ഒരു ഹിദ്മത്താണ് കോഴ്സരി ഓൺലൈൻ കോഴ്സ്. കുട്ടികൾക്ക് ഈ മക്തബ് കുട്ടികൾക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അതുപോലെ മുതിർന്നവർക്ക് നമ്മൾ ഈ കോഴ്സ് തുടങ്ങി. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ചത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഹൈദർ ഉസ്താദ് കൗസരിയാണ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സംസാരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും. ആരംഭിക്കല്ലേ? ആരംഭിക്കാം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹഖി ബശീറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العظيم. الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് ഉടനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ശരിയായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ലോകത്തുള്ള മനുഷ്യർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പറയപ്പെട്ടതുപോലെ ജാമിഅത്തുൽ കൗസരിയ അറബി കോളേജിന്റെ കീഴിൽ നടക്കുന്ന പല ഖിദ്മത്തുകളിൽ ഒരു ഖിദ്മത്താണ് പല നാട്ടിലുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഇൽമു പഠിക്കാൻ വേണ്ടി ഓൺലൈനിലുള്ള ഈ അവസരം. ഇൽമു അത് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ബാധ്യതയുമാണ്. ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉയർന്ന ഒരു നിഅമത്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഇത് ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കാനും അവസരം കിട്ടുക എന്നുള്ളത്.
അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ അവന് നൽകുന്ന അനുഗ്രഹമാണ്. അള്ളാഹു ആർക്കെങ്കിലും ഖൈറിനെ, നന്മയെ ഉദ്ദേശിച്ചാൽ അവർക്ക് അള്ളാഹു നൽകുന്ന നിഅമത്ത് പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കാനുള്ള അവസരം നൽകും. ദുനിയാവിൽ 2 നിലയിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു മനുഷ്യൻ നൽകുന്നത്. ഒന്ന്, അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾ. മറ്റൊന്ന്, അള്ളാഹു തആല അവന്റെ അടിമകൾ എന്ന നിലയ്ക്ക് എല്ലാവർക്കും പൊതുവായിട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾ. മനുഷ്യന്റെ ആവശ്യ വസ്തുക്കൾ ഇത് എല്ലാവർക്കും അള്ളാഹു നൽകുന്നുണ്ട്. എന്നാൽ അള്ളാഹു തൃപ്തിപ്പെട്ട് ഇഷ്ടത്താൽ, സ്നേഹത്താൽ നൽകുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഒരു മനുഷ്യൻ അള്ളാഹു തആല ഇൽമ് നൽകുക എന്നുള്ളത്. ഈ ഇൽമ് അള്ളാഹു തആല ഭൂമിയിൽ നൽകിയിട്ടുള്ളത്, ഇതുവരെ നൽകിയിട്ടുള്ളത് അവർ ഇഷ്ടപ്പെട്ടവർക്കാണ്. അതിലേറ്റവും ഉന്നതർ പ്രവാചകന്മാരാണ്. എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ഇൽമ് എന്നുള്ളത്. സമ്പത്ത്, അധികാരം അല്ലെങ്കിൽ മറ്റുള്ള അനുഗ്രഹങ്ങൾ ഇതെല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയിട്ടില്ല. പക്ഷെ എല്ലാ നബിമാർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹം ഇൽമാണ്. നബിമാരെ പറ്റി പറയുന്ന സ്ഥലത്തെല്ലാം അള്ളാഹു തആല പ്രത്യേകമായി ഫലമ്മ ബലഗ അശുദ്ധഹു ആതൈനാ ഹുക്മൻ വഇൽമ വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമ. ഇങ്ങനെ നബിമാരെ പറ്റി പറയുന്ന സ്ഥലത്തെല്ലാം അവർക്ക് നാം ഇൽമിനെ നൽകി, ഹിക്മത്തിനെ നൽകി എന്ന് അള്ളാഹു തആല പ്രത്യേകമായി എടുത്തു പറയുന്നത് കാണാം. അപ്പോൾ അള്ളാഹു തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാകുന്ന നബിമാർക്ക് നൽകിയ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഖുൽ ബിഫദ്ലില്ലാഹി ബിദാലിക ഫല്യഫ്റഹു. അള്ളാഹു തആല സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ഖുർആൻ അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള അവസരം, അല്ലെങ്കിൽ ദീൻ അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുമ്പോഴാണ്. അവിടെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യന് ദുനിയാവിൽ അവൻ ചെയ്യുന്ന അമലുകളിൽ, ഇബാദത്തിൽ, സൽക്കർമ്മത്തിൽ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. ചില ഉലമാക്കൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞു, ഉടൻ തന്നെ അവന് മരണം സംഭവിക്കും, അല്ലെങ്കിൽ നാളെ അവന് മരണം സംഭവിക്കുമെന്ന് ഒരു ഉറപ്പായ അറിവ് ലഭിച്ചാൽ അവൻ പിന്നെ ഏത് അമലാണ് ചെയ്യേണ്ടത്, മരണത്തിന് മുമ്പ് ഏത് വലിയ അമലിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഉലമാക്കൾ എഴുതി, അവൻ ദീൻ പഠിക്കാൻ പുറപ്പെട്ടു കൊള്ളട്ടെ, അവൻ ഇൽമു പഠിച്ചു കൊള്ളട്ടെ. കാരണം അവൻ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുന്ന അമലുകളിൽ ഇബാദത്തിൽ ഏറ്റവും വലിയൊരു ഇബാദത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല മുൻഗാമികളും, സഹാബാക്കൾ, മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ അവർ ഇൽമു പഠിക്കാൻ വളരെ കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, അതിന്റെ വില മനസ്സിലായതിന്റെ പേരിൽ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സഹാബാക്കൾ പറയുമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന നന്മകൾ അത് 3 കാര്യങ്ങളാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത്, ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്നും, ആലിമീങ്ങളിൽ നിന്നും ഇൽമിന്റെ വാക്കുകൾ, ഇൽമിന്റെ വചനങ്ങൾ അത് കേൾക്കുക, ഇതിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. 2, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക. 3, അള്ളാഹുവിന്റെ വഴിയിലുള്ള പോരാട്ടം. അപ്പോൾ സഹാബാക്കൾ അവർ ഏറ്റവും ജീവിതം തന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് ഇൽമ് അത് പഠിക്കാൻ, അത് കേൾക്കാൻ വേണ്ടിയാണ്. മുഅ്മിന്റെ വയറ് ഒരിക്കലും നിറയുകയില്ല ദീൻ പഠിക്കുന്ന വിഷയത്തിൽ, ദീൻ മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഒരു മുഅ്മിനിന്റെ വയറ് ഒരിക്കലും നിറയുകയില്ല, അത്യാഗ്രഹിയായിരിക്കും. എത്ര ഇൽമു പഠിച്ചാലും മനസ്സിലാക്കിയാലും വീണ്ടും ആഗ്രഹമുണ്ടാകും, വീണ്ടും അത്യാഗ്രഹമുണ്ടാകും. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ അവസരമാണ്, വലിയൊരു തൗഫീഖാണ് അള്ളാഹുവിന്റെ ദീനിനെ, പരിശുദ്ധമായ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. മുൻഗാമികൾ ഈ ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി വലിയ ത്യാഗവും വലിയ കഷ്ടപ്പാടും അനുഭവിച്ചു. ഇന്ന് വളരെ എളുപ്പമായി, വളരെ നമ്മുടെ നാടുകൾ കഴിഞ്ഞുകൂടി, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ താമസിക്കുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞുകൂടി വളരെ എളുപ്പത്തിൽ നമ്മൾ ഇൽമ കരസ്ഥമാക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ മുൻഗാമികൾ ഇൽമിനെ കരസ്ഥമാക്കാൻ വേണ്ടി വലിയ വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹിയെ പോലെ ഇന്ന് നമ്മൾ അവരുടെ പേര് വളരെ പ്രസിദ്ധമായി അറിയുന്നു, സ്മരിക്കുന്നു. എന്നാൽ ഓരോ വ്യക്തികൾക്കും മഹൽ വ്യക്തിത്വങ്ങൾക്കും അവരുടെ ആദ്യത്തെ ഒരു കാലഘട്ടമുണ്ട്. അതാരും സ്മരിക്കപ്പെടാറില്ല, അറിയപ്പെടാറില്ല. അവരുടെ വലിയ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന് ശേഷം പിൽക്കാലത്ത് പിന്നെ അവർ അറിയപ്പെട്ടു. എന്നാൽ അവരുടെ ആരംഭ കാലഘട്ടം വളരെ വലിയ ത്യാഗത്തിന്റെ കാലഘട്ടമായിരുന്നു. ഓരോ മഹാന്മാരും മുൻഗാമികളും ഇൽമിനു വേണ്ടി വലിയ ത്യാഗം അനുഭവിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം സ്വയം പറയുന്നുണ്ട്, ഇൽമു പഠിക്കാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്തു. ആ വഴിയിൽ ഞാൻ പലപ്പോഴും കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ കഴിച്ച് ഞാൻ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പ്രായമായ അവസ്ഥയിലും ദീൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം കൂഫയിലേക്ക് അതുപോലെ ഓരോ രാജ്യങ്ങളിലേക്ക് നിരന്തരമായി യാത്ര ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മകൻ വാപ്പയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രായമായ അവസ്ഥയിലും ദീൻ പഠിക്കാൻ വേണ്ടി അവർ പുറപ്പെടുമായിരുന്നു. ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിന്റെ ഇൽമു പഠിക്കാനുള്ള യാത്രക്കിടയിലാണ് മകൻ മരണപ്പെട്ടത്. പക്ഷെ അദ്ദേഹം തന്റെ ഉസ്താദിൽ നിന്ന് മാറിയാൽ ഇൽമു പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള ഭയത്താൽ കുടുംബക്കാരോട്, സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ കുടുംബക്കാരോട് തന്നെ അത് മകനെ കഫൻ ചെയ്ത് കബറടക്കാൻ പറയുകയുണ്ടായി. കാരണം ഉസ്താദിൽ നിന്ന് മാറിയാൽ അത്രയും ഇൽമു നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ഭയത്താൽ. യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു നാടിൽ ഒന്നയാളടക്കം ഒരു ഹദീസ് ഉണ്ടെന്ന് അറിയുകയും ആ ഹദീസ് അദ്ദേഹത്തിൽ നേരിട്ട് കേൾക്കാൻ വേണ്ടി നീണ്ട യാത്ര ചെയ്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി താങ്കളുടെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് അറിഞ്ഞു, അത് കരസ്ഥമാക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഞാൻ വീടിനകത്തു പോയി അത് എടുത്തുകൊണ്ടുവരാം എന്ന് പറയും. അദ്ദേഹം വീടിനകത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ പിടിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുള്ളത് പറയും, കാരണം നിങ്ങൾ തിരിച്ചു വരുന്നതിന് ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് ഹദീസ് കേൾക്കാൻ സാധിക്കുകയില്ലല്ലോ. ഇങ്ങനെ മുൻഗാമികളുടെ ജീവിതങ്ങളൊക്കെ നോക്കിയാൽ ജാബിർ ബിൻ അബ്ദുള്ള അദ്ദേഹം 1 മാസം യാത്ര ചെയ്തു ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി. ഇങ്ങനെ മുൻഗാമികളുടെ ചരിത്രം പഠിച്ചാൽ അവർ ദീനിന്റെ ഇൽമിനെ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ വലിയ ത്യാഗം സഹിച്ചു. കാരണം അവർ മനസ്സിലാക്കി ഇൽമ അത്രയും ഉയർന്നതാണ്, ഉന്നതമായതാണ്. അത്യാഗ്രഹികളായിരുന്നു, ദീൻ പഠിക്കുന്ന വിഷയത്തിൽ വളരെ കൊതിയുള്ളവരായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്നു വളരെ എളുപ്പമായി നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ കഴിഞ്ഞുകൂടിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം ശുക്ർ ചെയ്യണം. കാരണം ഇതെല്ലാം അള്ളാഹു നൽകിയതാണ്. ഏതെല്ലാം അനുഗ്രഹം ലഭിക്കുന്നു, പ്രത്യേകിച്ച് ഇൽമിനുമായുള്ള ബന്ധം. കാരണം എല്ലാ ബന്ധങ്ങളും ഒരു ദിവസം മുറിഞ്ഞു പോകും. ദുനിയാവിൽ മനുഷ്യന് പല പേരുകളും പല ബന്ധങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലരെ ഡോക്ടറായി അറിയപ്പെടുന്നു, ചിലരെ എഞ്ചിനീയറായി അറിയപ്പെടുന്നു, ചിലരെ വക്കീലായി അറിയപ്പെടുന്നു. പക്ഷെ അത് ബന്ധങ്ങളെല്ലാം മരണത്തോട് തീർന്നു പോകും. പിന്നെ ആ പേരിൽ ആരെയും അറിയപ്പെടുകയില്ല, വിളിക്കപ്പെടുകയില്ല. എന്നാൽ ഖുർആനുമായുള്ള ബന്ധം, ഇൽമുമായുള്ള ബന്ധം അത് ദുനിയാവിൽ മാത്രമല്ല, അത് നിലനിൽക്കുന്ന ബന്ധമാണ്. എന്നാൽ ആഖിറത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി വിളിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ഐനൽ ഉലമാ, പണ്ഡിതന്മാർ എവിടെ, ദീൻ പഠിച്ചവരെവിടെ. ഹദീസിലുണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആ സംഘത്തിന്റെ മുന്നിലുണ്ടാകും. ഉലമാക്കളുടെ, ദീൻ പഠിച്ചവരുടെ സംഘത്തിന്റെ മുന്നിൽ കൊടി പിടിച്ചുകൊണ്ട് അതിന് മുന്നിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടാകും. ഇവങ്ങൾ സഹാബാക്കൾ പ്രസിദ്ധനായ സഹാബിയാൻ. 18ാമത്തെ വയസ്സിൽ മുസ്ലിമായി. 20ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ ഒരു നാടിന്റെ ഗവർണറാക്കി. ചിന്തിച്ചു, 2 വർഷം കൊണ്ട് ഒരു നാട് ദീനിയായ ഭരണം നടത്താൻ സാധിക്കുന്ന നിലയിൽ അദ്ദേഹം ദീനെ കരസ്ഥമാക്കി. ഇവങ്ങൾ പറഞ്ഞു, ആലമ ബി ഉമ്മത്തി മുആദ് ഇബ്നു ജബൽ, എന്റെ ഉമ്മത്തിൽ ഏറ്റവും വലിയ ആലിമാണ്, ഏറ്റവും വലിയ പണ്ഡിതനാണ്, ദീൻ മനസ്സിലാക്കിയ വ്യക്തിയാണ്. 33ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. സഹാബാക്കൾ അവർ ഓരോരുത്തരും ഉന്നതരായി തീർന്നത് അവർ ഇൽമിനെ കരസ്ഥമാക്കിയതിന്റെ പേരിലാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളെ കുറിച്ച് പറയുന്നുണ്ട്, അബർറുഹും ഖുലൂബ വഅമഖുഹും ഇൽമ. സഹാബാക്കൾ അവരുടെ ഹൃദയങ്ങൾ പരിശുദ്ധമായിരുന്നു, ഏറ്റവും ഉന്നതമായിരുന്നു, ഇൽമിൽ ഏറ്റവും ആഴത്തിൽ അറിവുള്ളവരായിരുന്നു. സഹാബാക്കളെ പറ്റി അവർ വെറും ഇബാദത്തുകാരോ അല്ലെങ്കിൽ വെറും ദീനു വേണ്ടി പരിശ്രമിക്കുന്നവരോ മാത്രമായിരുന്നില്ല, മറിച്ച് അവർ ദീനിനെ മനസ്സിലാക്കിയവർ കൂടിയായിരുന്നു. അബർറുഹും ഖുലൂബ, അവരുടെ ഹൃദയം പരിശുദ്ധമായിരുന്നു.
അവർ ഇൽമിൽ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയവരായിരുന്നു. ഓരോ സഹാബിയും ദീനെ ശരിയായി മനസ്സിലാക്കി. അതിനുവേണ്ടി അവർ സമയം കണ്ടെത്തി. അവർ ജോലി ഉള്ളതിനോടൊപ്പം സമ്പാദ്യ മാർഗം ഉള്ളതിനോടൊപ്പം. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു, സ്നേഹിതനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഊഴമായി സമയം നിശ്ചയിച്ചിരുന്നു. ഇന്ന് ഞാൻ സമ്പാദിക്കാൻ പോവുകയാണെങ്കിൽ നീ നബിതങ്ങളുടെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ നീ ഹബീബായ തങ്ങളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു തആല നബിതങ്ങളുടെ ഇൽമിന്റെ സദസ്സിലിരിക്കും. അദ്ദേഹം ജോലിക്ക് പോകും. തിരിച്ചു വരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു നബിയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ഇൽമിനെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുവാൻ. അഥവാ സഹാബാക്കൾ അവർ ജോലിയും അവർ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനോടൊപ്പം മുതിർന്ന അവസ്ഥയിലും ദീൻ പഠിക്കാൻ വേണ്ടി വലിയ അത്യാഗ്രഹം കാണിക്കുമായിരുന്നു. സഹാബാക്കൾ അവർ ദീൻ പഠിച്ചത് വെറുതെ അവർക്ക് എന്തെങ്കിലും ഒരു സുപ്രഭാതത്തിൽ വെറുതെ അവർ ആ ദീൻ പഠിച്ചാലും, മറിച്ച് അതിനുവേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലതും മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉമ്മത്തിന് എത്തിച്ചെന്നത്. 5300 ചില ഹദീസുകൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഇത്രയും ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയില്ല. അദ്ദേഹം പറയുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബിതങ്ങളുടെ ഹദീസ് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും റിപ്പോർട്ട് ചെയ്തതും, അൻസാരികൾ കൃഷി സ്ഥലത്തേക്ക് പോകുമ്പോൾ, മുഹാജിരികൾ കച്ചവട സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ കൃഷിയുമില്ല കച്ചവടവുമില്ലാതെ നബിതങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ ത്യാഗവും സഹിച്ച് പട്ടിണിയിലായി നബിയുടെ കൂടെ തന്നെ കൂടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അൻസാരികളുടെ കൂട്ടത്തിൽ അൻസാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നബിയിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പലതും ഒഴിവാക്കി സമയം കണ്ടെത്തി നബിതങ്ങളുടെ കൂടെ സമയം ചിലവഴിച്ചതിന്റെ പേരിലാണ്. സഹോദരന്മാരെ, ദീൻ ഇത് മുൻഗാമികൾ വലിയ വിലമതിച്ചു. ദീനിന്റെ അറിവിനെ വലിയ ത്യാഗം ചെയ്തു. അതുകൊണ്ട് ഖൈറുൽ ഖുറൂന്റെ കാലഘട്ടം വെറും ഇബാദത്തിന്റെ കാലഘട്ടം മാത്രമായിരുന്നില്ല. ഏറ്റവും നല്ല കാലഘട്ടം നബിതങ്ങൾ പറഞ്ഞ കാലഘട്ടം വെറും ഇബാദത്തിന്റെ കാലഘട്ടം മാത്രമായിരുന്നില്ല, മറിച്ച് അവർ ദീനിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്തപ്പോഴാണ് ഖൈറുൽ ഖുറൂനായി മാറിയത്. ഇന്നും ഈ ഉമ്മത്തിന്റെ ഉയർച്ചയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശരിയായ ദീനെ മനസ്സിലാക്കുക, ദീനെ പഠിക്കുക എന്നുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച മഹാന്മാരിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മൗലാന മുഹമ്മദ് ഹസൻ ദൈബന്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അദ്ദേഹം മാൾട്ട ജയിലിൽ കിടന്ന് നീണ്ട വർഷം മാൾട്ട ജയിലിൽ കിടന്ന് അവിടുന്ന് മോചിതനായി ദാറുൽ ദൈബന്തിൽ വന്ന് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി, ഉലമാക്കളെല്ലാം മുതല്ലിമീങ്ങളെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം ഒരു നസീഹത്ത് നടത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ വളരെ ഗഹനമായി ഉമ്മത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു. എന്താണ് ഉമ്മത്തിന്റെ അധപ്പതനത്തിന്റെ കാരണങ്ങൾ? എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന് വിജയം ലഭിക്കാത്തത്? അതിനെക്കുറിച്ച് ഞാൻ ഗഹനമായി ചിന്തിച്ചു. കാരണം ജയിലിലാണ്, ഒറ്റക്കിരുന്ന് നീണ്ട സമയം ചിന്തിച്ചു. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഉമ്മത്തിന്റെ അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം 80 വർഷം ഏകദേശം ദർസ് നടത്തിയ വ്യക്തിത്വമാണ് മൗലാന മുഹമ്മദ് ഹസൻ ദൈബന്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അത്രയും വലിയ ആഴത്തിൽ അറിവുള്ള വലിയൊരു പണ്ഡിതനായ മഹാൻ. അദ്ദേഹം തന്റെ ജയിൽ വാസത്തിന് ശേഷം തിരിച്ച് വന്ന് പണ്ഡിതന്മാരുടെ മുതല്ലിമീങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന്റെ അധപ്പതനത്തിന്റെ കാരണം 2 കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ ഉമ്മത്തിന്റെ പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതാണ്. വിശുദ്ധമായ ഖുർആൻ അത് ശരിയായി മനസ്സിലാക്കാത്തതാണ്. ഖുർആനിന്റെ അറിവിനെ ശരിയായി കരസ്ഥമാക്കാത്തതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം അദ്ദേഹം പറഞ്ഞത് ഉമ്മത്തിനിടയിലുള്ള പരസ്പരമുള്ള ഇഖ്തിലാഫ്, ഭിന്നതയാണ്. സത്യത്തിൽ ഇന്നും നമ്മൾ ഉമ്മത്തിന്റെ ഈ പ്രശ്നങ്ങൾ മുന്നിൽ വെച്ച്, ഇന്നത്തെ അവസ്ഥയെ മുന്നിൽ വെച്ച് നോക്കിയാൽ ഇത് രണ്ടും ഇന്ന് ഉമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അധപ്പതനത്തിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പള്ളികൾ കുറഞ്ഞതോ, പള്ളികളുടെ മിനാരങ്ങൾ ചെറുതായതോ, അല്ലെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും കാരണങ്ങളല്ല, മറ്റു മുസ്ലിം ഉമ്മത്തിന് പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് നമ്മുടെ മൊബൈലിന് കൊടുക്കാൻ പറ്റുന്ന സമയം പോലും ഖുർആൻ പഠിക്കാൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. എത്രയോ സമയങ്ങൾ നമ്മൾ പാഴായി കളയുന്നു. അതുകൊണ്ട് ഖുർആനിലേക്ക് ഉമ്മത്ത് മടങ്ങാതെ ഒരിക്കലും ഉമ്മത്തിന് വീണ്ടും തിരിച്ചുവരവുണ്ടാവുകയില്ല. ഹസ്രത്ത് യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇന്ത്യയിൽ ജീവിച്ച വലിയ മഹാനാണ്. ദീന്റെ പരിശ്രമത്തിന്റെ പ്രധാനപ്പെട്ട മുന്നിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഉമ്മത്തിൽ 3 കാര്യങ്ങൾ ഇർത്തിദാദിന്റെ കാരണമാണ്. മുസ്ലിമീങ്ങൾ മുർത്തദായി പോകാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ അദ്ദേഹം
അദ്ദേഹത്തിന്റെ നസീഹത്തിൽ അദ്ദേഹം പറയുമായിരുന്നു. ഒന്ന് ജഹാലത്താണ്, പ്രധാന കാരണം ജഹാലത്താണ്, അഥവാ ദീനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഖുർആനെ കുറിച്ച്, നബി തങ്ങളുടെ ഹദീസിനെ കുറിച്ച്, ദീനെക്കുറിച്ചുള്ള അടിസ്ഥാനമായ കാര്യങ്ങൾ അറിയാത്തതാണ്. അതിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇർത്തിദാദിന്റെ യഥാർത്ഥമായ കാരണം. ഇന്ന് ഉമ്മത്തിൽ വ്യാപകമായ ഏറ്റവും വലിയൊരു ഫിത്ന, ഉമ്മത്ത് മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവാക്കൾ, യുവതികൾ ഇസ്ലാമിൽ മുർത്തദ്ദായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പള്ളികളെ തകർക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ വഖഫിന്റെ ഭൂമികളെ പിടിച്ചെടുക്കുന്നു, നമ്മുടെ പല അവകാശങ്ങളും പല സംവരണങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതെല്ലാം പ്രശ്നങ്ങളാണ്, ഒരു ഭാഗത്ത് വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും വലിയ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നം, മുസ്ലിം ഉമ്മത്ത് ഇന്ന് ഇർത്തിദാദിന്റെ വക്കിലാണ്. ദിവസേന എത്രയോ മനുഷ്യർ, എത്രയോ ചെറുപ്പക്കാർ, യുവതികൾ, യുവാക്കൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം, മെയിൻ കാരണം സത്യത്തിൽ മുസ്ലിമീങ്ങൾ ശരിയായി ദീനെ കുറിച്ച് പഠിക്കാത്തതാണ്, ഇൽമ് ശരിയായി കരസ്ഥമാക്കാത്തതാണ്. നമ്മുടെ സഹോദരന്മാരെ, നമ്മൾ അൽഹംദുലില്ലാഹ് എടുത്തു വെച്ചിരിക്കുന്ന ചുവട് അത് വളരെ വളരെ മഹത്വമുള്ള കാൽവയ്പ്പാണ്. അള്ളാഹുവിന്റെ ദീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നത് ഒരിക്കലും പാഴാവുകയില്ല, ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നാളെ ആഖിറത്ത് നമുക്ക് ഏറ്റവും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി. അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല, നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, അതിനുവേണ്ടി നമുക്ക് ഒരാളടുക്കൽ പോയി ഇരുന്ന് പഠിക്കാൻ, അതെല്ലാമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തീർച്ചയായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായ വഴി അത് തന്നെയാണ്, ഒരാലിമിന്റെ അടുക്കൽ പോയി ഇരുന്ന് സമയം കണ്ടെത്തി പഠിക്കലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹു നൽകിയ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നാം ദീൻ പഠിക്കുക. എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ ദീന് നമ്മൾ പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അവിടെ ഒന്ന്, നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. അള്ളാഹു നൽകിയ നിഅമത്തിനെ ഖദർ ചെയ്യണം, വിലമതിക്കണം. ഏത് നിഅമത്തും അള്ളാഹു നമുക്ക് നൽകുന്നത്, നിലനിർത്തുന്നത് അതിനെ ഖദർ ചെയ്യുമ്പോഴാണ്, അത് ശുക്ർ ചെയ്യുമ്പോഴാണ്. ഏത് നിഅമത്തിന് ശുക്രില്ലാതെ പോകുന്നു, അതിൽ അള്ളാഹു തആല ആ അടിമയിൽ നിന്ന് തിരിച്ചെടുക്കും. അതുകൊണ്ട് അള്ളാഹു തആല ഇൽമ നൽകിയ ശേഷം അള്ളാഹു തആല അള്ളാഹുവിന്റെ കൽപ്പനയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, മൂസ ഇന്നി ഇസ്തഫൈതുക, മൂസ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കാൻ എൻ്റെ റിസാലത്തിന് വേണ്ടി, എൻ്റെ കലാമിന് വേണ്ടി, എൻ്റെ കിതാബിന് വേണ്ടി, അഥവാ ഇൽമ നൽകി, റിസാലത്ത് നൽകി, ഞാനുമായി സംസാരിക്കാൻ അവസരം നൽകി, ഇതെല്ലാം ഞാൻ തിരഞ്ഞെടുത്ത് നൽകിയതാണ്. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു, വക്കും മിനശ്ശാകിരീൻ, മൂസ അതുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരായി തീരണം. ഇൽമ നൽകിയ, നബുവത്ത് നൽകിയ നബിമാരോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, വക്കും മിനശ്ശാകിരീൻ, നന്ദിയുള്ളവരായി തീരണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചും നമ്മൾ അങ്ങേയറ്റം അള്ളാഹു നന്ദിയുള്ളവരായി തീരണം. അള്ളാഹു പരിശുദ്ധമായ ദീൻ പഠിക്കാൻ നമുക്ക് അവസരം നൽകിയതിൽ നാം അള്ളാഹുവിനോട് അങ്ങേയറ്റം നന്ദിയുള്ളവരായി തീരണം. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം അവർ പറഞ്ഞ വാക്കുകൾ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വലഖദ് ആതീനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരി മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹു തആല പറഞ്ഞു, നാം ദാവൂദ് നബിക്കും സുലൈമാൻ നബിക്കും ഇൽമ നൽകി. അവർ രണ്ടുപേരും എന്നിട്ട് അത് ആ ഇൽമ ലഭിച്ചതിന്റെ പേരിൽ അവർ രണ്ടുപേരും പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹു നിനക്കാണ്, അല്ലദീ ഫളലനാ അലാ കസീരി മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹു നീ മറ്റുള്ളവരിൽ നിന്നും ഞങ്ങൾക്ക് ഇൽമ നൽകി മഹത്വം നൽകുകയുണ്ടായി. സമ്പത്തും അധികാരവും നൽകിയ നബിമാർ അവർ അതിനേക്കാൾ വലിയ അനുഗ്രഹം, അള്ളാഹുവിന്റെ ഔദാര്യമായി അനുഗ്രഹം മനസ്സിലാക്കിയത് ഇൽമിനെയാണ്. അതുകൊണ്ട് അവർ അള്ളാഹിനെ സ്തുതിക്കുകയാണ്, അതിന്റെ പേരിൽ, ഇൽമിന്റെ പേരിൽ അള്ളാഹിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് ശുക്ർ നാവ് കൊണ്ട്, ഈ നബിമാർ അവർ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് ശുക്ർ ചെയ്യണം. രണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് ശുക്ർ ചെയ്യണം. അള്ളാഹു എനിക്ക് നൽകിയതാണ്, ഇതെന്റെ കഴിവല്ല, ഹൃദയം കൊണ്ട് സമ്മതിക്കണം. ഞാൻ എൻ്റെ 24 മണിക്കൂറിൽ ഞാൻ കൊടുക്കുന്ന സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ ഇൽമിന് വേണ്ടി കൊടുക്കുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിൽ ആഴ്ചയിൽ കൊടുക്കുന്ന ഈ 5 ദിവസത്തെ 1 മണിക്കൂർ, 1/2 മണിക്കൂർ എത്ര സമയമാണോ, അതാണ് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായത്. ഹൃദയം കൊണ്ട് നമുക്ക് മതിപ്പുണ്ടാകണം. അലി റളിയല്ലാഹു തആല പറയുമായിരുന്നു, ലനാ ഇൽമുൻ വലിൽ ജുഹാലി മാലു റദീനാ ബിൽ ഖിസ്മത്തി ഫീനാ, അല്ലാഹുവേ നിന്റെ ഖിസ്മത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ്. എന്താണ് ലനാ ഇൽമുൻ വലിൽ ജുഹാലി മാലു, ഞങ്ങൾക്ക് അല്ലാഹു തആല ഇൽമ നൽകി. അല്ലാഹു തആല സമ്പത്ത് നൽകാതിരിക്കും, അത് അല്ലാഹുവിന്റെ മഹത്വമൊന്നുമല്ല. പക്ഷെ അല്ലാഹു ഞങ്ങൾക്ക് സമ്പത്ത് നൽകി, ഞങ്ങൾക്ക് ഇൽമ നൽകി. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാകണം. അല്ലാഹു നീ പരിശുദ്ധമായ ഇൽമ പഠിക്കാൻ അവസരം നൽകിയല്ലോ. അപ്പൊ ഒന്ന് നാവ് കൊണ്ടുള്ള ശുക്രാണ്, 2 ഹൃദയം കൊണ്ടുള്ള ശുക്രാണ്, 3 അത് ഏറ്റവും വലിയ ശുക്രാണ്, അത് അമലിയ ശുക്രാണ്. ഈ നിഅമത്ത് അല്ലാഹു നൽകിയതിൽ അമലിയ ശുക്ർ. അമലിയ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തിപരമായ ശുക്ർ. ഈ ഇൽമ കൊണ്ട് അല്ലാഹു തആല നമ്മളിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും. ഇൽമ എന്ന് പറഞ്ഞാൽ കുറച്ച്
അക്ഷരങ്ങളോ അല്ലെങ്കിൽ കുറച്ച് അറബി വചനങ്ങളോ മനഃപ്പാടമാക്കുകയോ അത് മനസ്സിലാക്കുകയോ ചെയ്യുന്നതിന്റെ പേരല്ലേ, മറിച്ച് ഇൽമെന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നമ്മളിൽ നിന്ന് എന്താണ് ഈ സമയത്ത് അള്ളാഹു എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കലാണ്, എന്നുള്ള ജീവിതത്തിൽ കൊണ്ടുവരലാണ്. ഓരോ സന്ദർഭത്തിലും അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതം ആയിത്തീരണം. അത് ഏറ്റവും ആദ്യം ഇൽമിൽ നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് അള്ളാഹുമായുള്ള ബന്ധമാണ്. ഇൽമിൽ കൂടി നമുക്ക് ഈ ഇൽമ പഠിക്കുന്നതിൽ കൂടി നമുക്ക് ഉണ്ടായിത്തീരേണ്ടത്, നമുക്ക് ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഏതൊരു നിലയിൽ അള്ളാഹുമായുള്ള ബന്ധം മുമ്പുണ്ടായിരുന്നോ അതിനേക്കാൾ ഒരു 6 മാസം കഴിയുമ്പോൾ നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടായിത്തീരണം. അപ്പോഴാണ് കബൂലായി തീരുന്നത്. ഇൽമ അള്ളാഹുലേക്ക് നമ്മൾ എത്തിക്കുന്നില്ലെങ്കിൽ അത് കബൂലിയത്തിന് മതിയാവുകയില്ല. നമുക്ക് ഇൽമിലൂടെ നമുക്ക് തഖ്വ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇൽമ നമുക്ക് ഖൈറിന് പകരം ഷർറായി തീരും. അതുകൊണ്ട് മഹാന്മാർ പറയുമായിരുന്നു, തഖ്വയില്ലാതെ ഇൽമിന് മഹത്വം ഉണ്ടായിരുന്നുവെങ്കിൽ ഇബ്ലീസ് വലിയ സ്ഥാനത്ത് എത്തിച്ചേരുമായിരുന്നു. തഖ്വയിൽ ഇൽമിലൂടെ തഖ്വയാണ് ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം, അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാകണം. അത് നമുക്ക് ഉണ്ടായിത്തീരുന്നില്ല എങ്കിൽ ഇൽമ പഠിക്കുന്നതിൽ കൂടി ഇൽമിനൊരു സമയം കണ്ടെത്തുന്നതിൽ കൂടി നമുക്ക് അള്ളാഹുമായുള്ള ബന്ധം ജീവിതത്തിൽ തഖ്വ സൂക്ഷ്മത ഉണ്ടാകുന്നില്ല എങ്കിൽ ഇൽമ കൊണ്ടൊരു മഹത്വവുമില്ല. മൗലാന അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തരുന്നുണ്ട്, ഇബ്ലീസിൽ 4 ഐനുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇബ്ലീസ് വലിയ ആലിമായിരുന്നു. ഇബ്ലീസ് വലിയ ആലിമായിരുന്നു, വലിയ അറിവുള്ള ആളായിരുന്നു. മലക്കുകളുടെ നേതാവായിരുന്നു, മലക്കൾക്ക് ഇൽമ പഠിപ്പിക്കുന്ന ആളായിരുന്നു, ദീൻ പറഞ്ഞു കൊടുക്കുന്ന ആളായിരുന്നു, ഇൽമ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ആളായിരുന്നു, ആലിമായിരുന്നു, വലിയ ആലിമായിരുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഇമാം റാസിയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം റാസിയെ പോലെ പ്രത്യേകിച്ച് വലിയ വളരെ ഗഹനമായ വിഷയത്തിൽ വരെ ഇൽമ കരസ്ഥമാക്കിയ വ്യക്തിയാണ് ഇമാം റാസി. അദ്ദേഹത്തെ പോലെ വലിയ പണ്ഡിതന്മാരെ മരണസമയത്ത് ഫിത്തനയിലാക്കിയ ആളാണ് ഇബ്ലീസ്. അപ്പൊ എത്ര വലിയ ഇൽമ ഉണ്ടാകും? വലിയ ആലിമായിരുന്നു. അതുപോലെ ഇബ്ലീസ് വലിയ ആബിദായിരുന്നു, വലിയ ഇബാദത്തുകാരനായിരുന്നു. അതുപോലെ ഇബ്ലീസ് വലിയ ആഖിലായിരുന്നു, വലിയ ബുദ്ധിമാനായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന് മുന്നിൽ ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞ് ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ എന്തിനാ ആദമിനെ സുജൂദ് ചെയ്യുന്നത്? ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ആദം മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. ബുദ്ധിപരമായ മറുപടിയാണ്, ചോദ്യമാണ്. വലിയ ആഖിലായിരുന്നു, പിന്നെ വലിയ ആരിഫുമായിരുന്നു, വലിയ മനസ്സിലാക്കി അറിവുള്ള ആളുമായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു താല കോപിച്ച സമയത്ത് പുറത്താക്കുന്ന, നിന്നെ ഞാൻ എന്നേക്കുമായി ശപിച്ചു സ്വർഗത്തിന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും ഇബ്ലീസ് ആ സമയത്തും അള്ളാഹുവിനോട് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ, അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, എന്നെ ഖിയാമത്ത് വരെ ജീവിക്കാൻ അനുവാദം നൽകണേ എന്ന് ഇബ്ലീസ് അപ്പോൾ ചോദിക്കാനുള്ള കാരണം ഇബ്ലീസ് ആരിഫായതിന്റെ പേരില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇബ്ലീസ് ചോദിക്കില്ല. അള്ളാഹു കോപിച്ചു നിൽക്കുമ്പോൾ ഇബ്ലീസിന് അറിയാം അള്ളാഹുവിന്റെ ദാത്തിൽ കോപമുണ്ടെങ്കിലും റഹ്മത്ത് ബാക്കിയാകും. മനുഷ്യരെ പോലെയല്ല, മനുഷ്യൻ കോപിക്കുമ്പോൾ കോപം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, അത് മാറുമ്പോഴാണ് റഹ്മത്ത് വരുന്നത്. അള്ളാഹുവിന്റെ ദാത്തിന്റെ പ്രത്യേകത, അവൻ കോപിക്കുന്ന സമയത്തും അവന്റെ ദാത്തിൽ റഹ്മത്തായിരിക്കും മികച്ചിരിക്കുന്നത് എന്ന് ഇബ്ലീസ് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ഇബ്ലീസ് ആ സമയത്ത് അള്ളാഹുവിനോട് എന്നെ ഖിയാമത്ത് നാൾ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ഇബ്ലീസിൽ ഇതെല്ലാം ആഖിലായിരുന്നു, ആരിഫായിരുന്നു, ആബിദായിരുന്നു, ആലിമായിരുന്നു. പക്ഷെ ഇബ്ലീസ് ആഷിഖായിരുന്നില്ല. അള്ളാഹുവിനെയുടെ യഥാർത്ഥമായ സ്നേഹവും അള്ളാഹുവിനുള്ള യഥാർത്ഥമായ പ്രേമവും മുഹബ്ബത്ത് ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നേക്കുമായി മഹ്റൂമായി പോയി. അപ്പോൾ നമുക്ക് ഇൽമിലൂടെ അള്ളാഹുമായുള്ള മുഹബ്ബത്ത്, അള്ളാഹുമായുള്ള സ്നേഹം, അള്ളാഹുമായുള്ള ബന്ധം ഇതുണ്ടാകുമ്പോഴാണ് നമ്മൾ മഖ്ബൂലിയങ്ങളായി തീരുന്നത്, കബൂലിയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇൽമ നമ്മളെ അള്ളാഹുലേക്ക് ബന്ധിപ്പിക്കണം, അള്ളാഹുലേക്ക് അടുപ്പിക്കണം. അതിന് നമ്മുടെ ജീവിതം തഖ്വയുള്ള ജീവിതമായി മാറണം, ഹറാമുകൾ വർജിക്കാൻ സാധിക്കണം. ഒരാൾ ആലിമായി തീരുന്നത്, അലി റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഒരാൾ ആലിമായി തീരുന്നത് അയാളുടെ രഹസ്യവും പരസ്യവും ഒരുപോലെയാകുമ്പോഴാണ്. അൽ ആലിമു ലാ യുഖാലിഫു സരീറത്തുഹു, ഒരാലിം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രഹസ്യവും പരസ്യവും വ്യത്യാസം ഉണ്ടാവില്ല. പരസ്യമായ ജീവിതത്തെക്കാൾ രഹസ്യം ഉന്നതമായിരിക്കും. മുൻഗാമികൾ മഹാന്മാർ ദുആ ചെയ്തു, അല്ലാഹുമ്മ ജഅൽ സരീറതി ഖൈറൻ മിൻ അലാനിയതി വജഅൽ അലാനിയതി സ്വാലിഹ, അല്ലാഹുവിന്റെ രഹസ്യത്തെ പരസ്യത്തെക്കാൾ നന്നാക്കണമേ. ഇൽമിലൂടെ നമ്മുടെ രഹസ്യ ജീവിതം വീണ്ടും നന്നാകണം. ഇല്ലെങ്കിൽ ഇൽമ നമുക്ക് ഇൽമിന്റെ നൂറാനിയത്ത് നഷ്ടപ്പെട്ടു പോകും. അൽ ഇൽമു നൂറുൻ, ഇൽമെന്ന് പ്രകാശമാണ്. അതൊരിക്കലും ഒരു പാപിയുടെ അടുക്കൽ ഒരിക്കലും നിലനിൽക്കില്ല. പാപിയ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകും. ഉലമാക്കൾ എഴുതി മജാലിസുൽ ലഹു തുൻസിൽ ഖുർആൻ, മോശമായ ലഹുവിന്റെ മജ്ലിസുകൾ ഖുർആനെ മറപ്പിച്ചു കളയും. ലഹുവിന്റെ മജ്ലിസുകൾ, അനാവശ്യമായ കാര്യങ്ങളുമായി ഒരു ഇൽമു പഠിക്കുന്ന ആൾ സഹവസിച്ചാൽ ഖുർആൻ തന്നെ മറന്നു പോകുമെങ്കിൽ ഹറാമുമായി സഹവസിച്ചാൽ എങ്ങനെയാ ഇൽമിന്റെ നൂറ് ബാക്കിയാകും? അതുകൊണ്ട് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഇതേപോലെ മഹാന്മാർ ഏതെങ്കിലും മസ്അലകൾ അത് കിട്ടാതായാൽ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. അവർക്കറിയാമായിരുന്നു
ഇൽമിന്റെ നൂറ് നഷ്ടപ്പെടുന്നത് അത് തിന്മകൾ കാരണമായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇൽമിന്റെ നൂറ് അത് കിട്ടണമെങ്കിൽ, ഇൽമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഹുറൂഫുകളോ കുറച്ച് വചനങ്ങളോ മനഃപ്പാടമാക്കില്ല, മറിച്ച് ഇൽമെന്ന് പറഞ്ഞാൽ അത് നൂറാണ്, പ്രകാശമാണ്. അത് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം പരിശുദ്ധമാകണം, തിന്മകൾ ഒഴിവാകണം, പരിശുദ്ധമായ ജീവിതമായി മാറണം. നമ്മുടെ ജീവിതത്തെ നമ്മൾ രഹസ്യവും പരസ്യവും നന്നാക്കണം. അപ്പോഴാണ് ഇൽമ നമുക്ക് പ്രകാശമായി മാറുന്നത്, പ്രയോജനമായി മാറുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലയിൽ പരിശുദ്ധമായ ഇൽമിനെ ശരിയായി നമുക്ക് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സമയം കണ്ടെത്തി നല്ലൊരു സമയം കണ്ടെത്തി പരിശ്രമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിനുവേണ്ടി ആരെല്ലാം പരിശ്രമിക്കുന്നു ഉസ്താദ്മാർ, അള്ളാഹു തആല അവരെ വലിയ ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആര് ഇതിന് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തി അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇൽമിന്റെ വഴിയുള്ള പ്രവേശനം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാൻ കാരണമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു